ഹായ് ഓൾ, നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ബി ഡി എൽ ആണ് നമ്മുടെ ഭാരത് ഡൈനാമിക്സ് ലിമിറ്റഡ്. അവിടെ യഥാർത്ഥത്തിൽ പറഞ്ഞാൽ നമ്മുടെ ഈ പറഞ്ഞു വന്ന ബെല്ലിൻ്റെ ആപ്ലിക്കേഷൻ ഓൾറെഡി ഇപ്പോൾ ഈയിടെ വന്നിരുന്നു. നമ്മുടെ BHELൻ്റെ വന്നു, നമുക്ക് ഈ പറഞ്ഞ ONGCയുടെ വന്നു. വിത്തൗട്ട് ഗേറ്റ് ആണ് ഈ പറഞ്ഞു വരുന്നത്. ഗേറ്റ് വഴിയായിട്ടും കുറച്ച് ഓൾറെഡി വിളിച്ചിട്ടുണ്ട്, ശരിയല്ലേ? അപ്പം നമുക്ക് ഇപ്പോൾ വന്നിരിക്കുന്നത് വിത്തൗട്ട് ഗേറ്റ് ആണ്, ഭാരത് ഡൈനാമിക്സ് ലിമിറ്റഡ്. അവിടെ യഥാർത്ഥത്തിൽ ഇലക്ട്രോണിക്സുകാർക്ക് 15 സീറ്റുകളും ഈ മെക്കാനിക്കലുകാർക്ക് 10 സീറ്റുണ്ട്, ഇലക്ട്രിക്കലുകാർക്ക് 4 സീറ്റ്, കമ്പ്യൂട്ടർ സയൻസുകാർക്ക് 2 സീറ്റ്, സൈബർ സെക്യൂരിറ്റി 2 സീറ്റ്, കെമിക്കൽ 1 സീറ്റ്, ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പം നമ്മളിത് ശരിക്കും പറഞ്ഞാൽ ഈ BDL എന്ന് പറയുന്നത് നമ്മുടെ നവരത്ന മിനിരത്ന കമ്പനിയിൽ വരുന്നതാണ്. നവരത്നയല്ല, മിനിരത്ന കമ്പനിയിൽ വരുന്നതാണ്, PSUസിൻ്റെ അണ്ടർ. ഓക്കെ അല്ലേ? മിനിസ്ട്രി ഓഫ് ഡിഫൻസ് ആണ് ഇതിൻ്റെ, ഡിഫൻസ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ അണ്ടറിൽ വരുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇതിൽ ഈ പറഞ്ഞു വന്ന PWD കാറ്റഗറിക്കാരെ എല്ലാം എടുക്കുന്നുണ്ട്. അവിടെ OBCക്കും ഈ പറഞ്ഞു വന്ന SC STക്കും എല്ലാം പ്രത്യേക സീറ്റ് വരുന്നുണ്ട്. 40 lakh to 1.4 lakh വരെയാണ് ഈ പറഞ്ഞ പൈസ വരുന്നത്. ഇതിൻ്റെ ഇവിടെ കാണുന്നുണ്ട് 40 lakhs to 140 lakhs വരെയാണ് നമുക്ക് ഇതിൻ്റെ വരുന്നത്. ഇവിടെ വേറെ പറയാനാണെങ്കിൽ ഈ പറഞ്ഞു വന്ന ഇതിൻ്റെ അകത്ത് ഫസ്റ്റ് ക്ലാസ് ഉണ്ടാകണം, ഇലക്ട്രോണിക്സ് ആണെങ്കിലും ഫസ്റ്റ് ക്ലാസ് ഉണ്ടാകണം, എല്ലാത്തിനും ഫസ്റ്റ് ക്ലാസ് നിർബന്ധമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പം പിന്നെ പറയാം എല്ലാ ഡിഗ്രിക്കും ഫസ്റ്റ് ക്ലാസ്, കെമിക്കലായാലും ഈ പറഞ്ഞ സൈബർ സെക്യൂരിറ്റി ആയാലും എല്ലാത്തിനും ഫസ്റ്റ് ക്ലാസ് നിർബന്ധം പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ ഇലക്ട്രോണിക്സ് തന്നെ, ഈ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷന്, ഇൻസ്ട്രുമെൻറ്റേഷന്, ഇലക്ട്രോണിക്സ് ഡിസൈൻ ആൻഡ് ടെക്നോളജി, ഇങ്ങനെയുള്ള എല്ലാം അതിൻ്റെ അകത്ത് തന്നെ വരും. മെക്കാനിക്കലിൻ്റെ അകത്ത് തന്നെ നോക്കിയാൽ കാണാം, പ്രൊഡക്ഷനും എല്ലാം അതിൻ്റെ അകത്ത് വരുന്നുണ്ട്. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷന്, കൺട്രോൾ എഞ്ചിനീയറിംഗ്, ഇതെല്ലാം അതിൻ്റെ അകത്ത് വരും. ഓക്കെ അല്ലേ? അപ്പോൾ ഇതിൻ്റെ അകത്ത് വേറെ മെയിനായിട്ട് പറയാനുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ ഈ പറഞ്ഞു വരുന്ന നമുക്ക് ഇതിൻ്റെ അകത്ത് പെർക്കിൻ്റെ കാര്യങ്ങളൊക്കെ ഇവർ പറയുന്നുണ്ട്, പേ ആൻഡ് പെർക്സ്. അതിൽ പ്രത്യേകം ഇവർ പറയുന്നത് TA, DA, HR, ഈ പറഞ്ഞു വന്ന പെർഫോമൻസ് അലവൻസസും ഒക്കെ പറയുന്നുണ്ട് ഇതിൻ്റെ അകത്ത്. അപ്പോൾ അത് നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും. പെർഫോമൻസ് ഇപ്പോഴത്തെ ഗവൺമെൻറ് ജോലികൾക്കൊക്കെ പെർഫോമൻസ് അനുസരിച്ചും എക്സ്ട്രാ കാശുള്ളതാണ്. ഇനി പിന്നെ ആപ്ലിക്കേഷൻ ഫോമിൻ്റെ കാര്യം പറയുന്നുണ്ട്, ജനറലിന് എത്ര രൂപയാണ്, കാര്യങ്ങളെല്ലാം ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ മെയിനായിട്ട് ഇവിടെ ശ്രദ്ധിക്കേണ്ട പ്രസൻറ്റ് ഇതിൻ്റെ അകത്ത് എല്ലാ കാര്യങ്ങളും ഇവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പം മെയിനായിട്ട് ഇതിൻ്റെ അത് പറയാനുള്ളത് ഈ പറഞ്ഞു വന്ന 30 ജനുവരിയിലാണ് ഇത് വരുന്നത്. 21 ജനുവരി വരെ അടയ്ക്കാൻ സമയമുണ്ട്. നമുക്ക് ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ഡേറ്റ് ടെൻറ്റേറ്റീവ് ഡേറ്റ് ആയിട്ട് പറയാവുന്നത് 28 ഫെബ്രുവരിയാണ്. അപ്പം ഇതിൻ്റെ ടെൻറ്റേറ്റീവ് ഡേറ്റ് മാർച്ചിലാണ് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ലാസ്റ്റ് ഡേറ്റ് ഓഫ് റെസിപ്പിൻ്റ് ആണ് 28. അപ്പോൾ അതേപോലെ തന്നെ ടെൻറ്റേറ്റീവ് ഡേറ്റ് ഫോർ CBTക്ക്, കമ്പ്യൂട്ടർ ബേസ്ഡ് ഓൺലൈൻ ടെസ്റ്റിന് വേണ്ടിയുള്ളത് മന്ത് ഓഫ് മാർച്ച് ആണ് പറഞ്ഞു വരുന്നത്. അപ്പം ബാക്കിയുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഈ പറഞ്ഞു വന്ന BDL.India.in പോയാൽ അപ്ഡേറ്റ് ആക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ടേക്ക് കെയർ, ബൈ, താങ്ക് യു.